ഹലോ, വെൽക്കം ടു സാഷ സാഗ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഗിഫ്റ്റ്സ് വെച്ചിട്ട് ഒരു ഹാമ്പറാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ കണ്ടാലോ? സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ തകൃതിയായിട്ട് പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പകുതി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു സ്മോൾ ബൊക്കെയാണ് കേട്ടോ. സംഭവം ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ. ഞാൻ അത് കഴിഞ്ഞ ആഴ്ചയെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറേ വീഡിയോസ് ഉള്ളതുകൊണ്ട് എല്ലാം ആവശ്യമുള്ളത് ഏതൊക്കെയാണെന്നൊക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ലോങ് ഫുൾ ഡേ തന്നെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ഒരുപാട് പൈസ മുടക്കിയിട്ട് വാങ്ങിക്കുന്ന ഗിഫ്റ്റ്സിനൊക്കെ കാട്ടിലും നമ്മുടെ ടൈം മാറ്റി വെച്ച് നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്ന ക്യൂട്ട് ലിറ്റിൽ ഗിഫ്റ്റ്സ് ഓഫ് ജോയ് കൊടുക്കുമ്പോൾ നമ്മുടെ ലവ്ഡ് വൺസിന് ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട് ഡിഫറെൻ്റ് അല്ലേ, ആൻഡ് ഒബ്വിയസ്ലി ഫീൽ സ്പെഷ്യൽ. പക്ഷേ എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനെ കിട്ടുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെ അത് ഈവൻ ഒരു ഹാൻഡ് റിട്ടൺ കാർഡാണെങ്കിൽ പോലും ഞാൻ അത് ട്രഷർ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് ടു ദ വീഡിയോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഒരു ബൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് 2 ബുക്ക് മാർക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കാർഡ്ബോർഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് A4 ഷീറ്റ് അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് വരയ്ക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ ഡിസൈൻ ബോ വരച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ട് പിങ്ക് കളർ ബോ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാൻ ഞാൻ ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ട് സ്റ്റാർസ് വരച്ചു കൊടുത്തിട്ട് ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലേസ് ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ലേസ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അബദ്ധം കാണിച്ചത് ആക്ച്വലി ആ ലെങ്ത്ത് വരുന്നുണ്ട് അവിടെ കുറച്ച് എക്സ്ട്രാ വേണമായിരുന്നു. പക്ഷെ ഞാൻ മെഷർമെൻറ്റ് എടുക്കാൻ ഭയങ്കര അടിപൊളിയായതുകൊണ്ട് കുറച്ച് പാളിച്ചകൾ അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ബുക്ക് മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്കൈ ബ്ലൂ കളറിൽ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ട്യൂലിപ്സാണ് ഉദ്ദേശിച്ചത്. അത് പിങ്ക് കളർ എടുത്തപ്പോൾ ലൈറ്റായിട്ട് ഓറഞ്ച് കളറായി മാറിപ്പോയെന്നേ ഉള്ളൂ. ഇതുപോലത്തെ ചെറിയ അബദ്ധങ്ങളൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന് ലേസ് ഒട്ടിക്കേണ്ട രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു റിബൺ വെച്ച് ഇങ്ങനെ ബോ പോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ 2 ബുക്ക് മാർക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇതുപോലെ പൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കീ ചെയിൻ ഉണ്ടാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് 2 കളർ ആവശ്യമുള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അല്ലെങ്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള കളർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ 2 വെച്ച് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ ലോലിപോപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നടുവിൽ കുറച്ച് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒരു അറ്റം മാത്രം മടക്കിയിട്ട് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹാഫ് വേ ത്രൂ ആയി. ഇനി നമ്മളൊരു അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ബോ ഉണ്ടാക്കി കൊടുക്കുക. ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ മടക്കിയാലും ബോയിൻ്റെ ഷേപ്പിൽ മടക്കിയാലും അത് നിന്നോളും. പക്ഷേ കുറച്ചും കൂടി സ്ട്രെങ്ത് ഇരുന്നോട്ടെന്ന് വെച്ചിട്ട് ഞാൻ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇതൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക, കാരണം അത് അല്ലെങ്കിൽ അടർന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ കീ ചെയിൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ത്രെഡ് ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ കീ ചെയിൻ ഉണ്ടാക്കാം. അതിന് വേണ്ടി സെയിം പൈപ്പ് ക്ലീനേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഈ കളർ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വയലറ്റ് കളർ പൈപ്പ് ക്ലീനർ ഞാൻ അങ്ങനെ മടക്കി ചുറ്റിയിട്ട് ഒരു പാറ്റേണിൽ സർക്കിൾ പാറ്റേണിൽ ഞാൻ 2 ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഈ വൈറ്റ് കളർ ഇതുപോലെ മടക്കിയിട്ട് ബാക്കിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ബീഡ്സ് അങ്ങനെ കയറിൽ കോർത്തിട്ട് അത് ബാക്കിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ട് ലിറ്റിൽ ടേബിൾ ഡെക്കർ അല്ലെങ്കിൽ ഒരു ഷോ പീസ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ഐസ്ക്രീം സ്റ്റിക്കും ബാക്കി കുഞ്ഞ് ഐസ്ക്രീം സ്റ്റിക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് കാർഡ്ബോർഡിലും ഈ ഷേപ്പിലും അങ്ങോട്ട് കട്ട് ചെയ്തെടുത്താൽ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിത് ഒരു മരത്തിൻ്റെ ലോഗ് പോലെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ട് ഓരോ കളറും അടിച്ച് വെച്ചിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്സിൽ എഴുതി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ലിവ് ലവ് ലവ് ഡ്രീം ഹോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇഷ്ടമുള്ള വേർഡ്സ് ഇങ്ങനെ എഴുതി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ആ വലിയ ഐസ്ക്രീം സ്റ്റിക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട്. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനൊരു ബോട്ടിൽ ക്യാപ്പിലേക്ക് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് പോലെ നിന്നോളും. പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ചെയ്യുന്നത് ഒരു 3D കാൻഡിൽ കാർഡാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കട്ടിയുള്ള പേപ്പർ തന്നെ എടുക്കുക. എന്നിട്ട് നടുവിൽ ഇതുപോലെ 2 വര വരച്ചിട്ട് ആ വരയിൽ കൂടെ തന്നെ കട്ട് ചെയ്യുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നടുവിൽ പോർഷൻ മാത്രം ഒരു സ്ലിറ്റ് പോലെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ആ കോർണേഴ്സിനൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വിടുന്നുണ്ട്.
അതിനുശേഷം ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഹാർട്ട്സ് ഇവിടെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കളറിലായിട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ക്യാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു ഷീറ്റ് എടുത്തിട്ട് ഇതുപോലൊരു പാറ്റേൺ വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അറ്റം പശ കൊണ്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് വേറൊരു പേപ്പറിൽ ഫ്ലെയിം വരച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതാ ക്യാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേർഡിങ്സ് ഈ കാർഡിൽ എഴുതി കൊടുക്കുക. ഞാൻ ഇവിടെ ജസ്റ്റ് മേക്ക് എ വിഷ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ക്യാൻഡിൽ നമുക്ക് നടുവിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. പിന്നെ ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം സപ്ലൈസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് പേപ്പർ, ഗ്ലൂ, സിസർ, കളറ്. പിന്നെ ഇതിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റേ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ടുള്ള കീ ചെയിനാണ്. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. റിബൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ബോ പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സീക്വൻസ് ഒക്കെ ഒരു ത്രെഡിൽ കോർത്ത് അതൊരു കീ ചെയിനാക്കി മാറ്റാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡിൽ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് അത് കട്ട് ചെയ്ത് കളർ ചെയ്ത് ഒരു ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ അതും ഒരു കീ ചെയിൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐഡിയാസ് മാത്രം മതി. സപ്ലൈസ് ഒക്കെ ഇറ്റ് ഡിപ്പെൻസ്. ഉള്ളവർക്ക് അത് വെച്ച് ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ 300+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സെല്ലോ ടേപ്പ് റോൾ യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു ബോക്സിൻ്റെ ഷോർട്സ് അത്യാവശ്യം വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ഉള്ളൊരു ഗിവ് അവേൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗിവ് അവേക്ക് തരാനുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് എ ലെറ്റർ ടു ദി ലവ്ഡ് വൺ. നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവർക്കൊരു ലെറ്റർ, ജസ്റ്റ് ചുമ്മാ ഒരു ലെറ്റർ അല്ലാണ്ട് ഇതുപോലെയൊക്കെ റോൾ ചെയ്തിട്ട് റിബണൊക്കെ വെച്ച് കെട്ടി ഇങ്ങനെ ബട്ടർഫ്ലൈയിലൊക്കെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തുണ്ടാക്കുന്നത് ഒരു ബർത്ത്ഡേ കാർഡ് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ കേക്ക് പോപ്പപ്പായി വരുന്നൊരു കാർഡില്ലേ, അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിലേക്ക് മടക്കി കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തുറന്ന് മടക്കുക. പിന്നെ ബാക്കിൽ തിരിച്ച് വീണ്ടും ബാക്കിലേക്ക് മടക്കി കൊടുക്കുക. എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ഞാൻ വീഡിയോയിൽ കാണിച്ച പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ കാർഡൊക്കെ വരച്ചുണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് എസ്പെഷ്യലി ഇങ്ങനെ പോപ്പപ്പായി വരുന്ന കാർഡ്സൊക്കെ, ഇങ്ങനെ ഫ്ലവറൊക്കെ പോപ്പപ്പായി വരുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ അസൈൻമെൻറ്റ്സിലൊക്കെ ബോർഡർ വരയ്ക്കാനും പിന്നെ അതിൽ ഡിസൈൻ ചെയ്യാനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. പക്ഷേ മെഡിസിന് കയറിയതിന് ശേഷം ഫസ്റ്റ് ഇയറൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അതായത് ഈ നോട്ട്സൊക്കെ എഴുതുമ്പോൾ ഭയങ്കര എസ്തെറ്റിക്കായിട്ടൊക്കെ നോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയം കയ്യിൽ നിൽക്കാത്തത് കൊണ്ട് നോട്ട്സൊക്കെ അവസാനം ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് ഉപേക്ഷിച്ചു. അങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നോട്ട്സ് ഇല്ലാത്ത സ്ഥിതിക്ക് അടുത്ത് ചെയ്തിരുന്നത് ഹൈലൈറ്റിംഗ് ആണ്. ഇങ്ങനെ ടെക്സ്റ്റിലൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ ഫസ്റ്റ് റീഡിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ ഇതിൽ ഞാൻ തപ്പും അതിൽ ഏതാണ് ആവശ്യമുള്ളതെന്ന്. എന്നിട്ട് വേറൊരു കളർ വെച്ച് അതിൻ്റെ മുകളിൽ തന്നെ വീണ്ടും ഹൈലൈറ്റ് ചെയ്യും. അതിനെ കുറച്ചും കൂടെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം വായിക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഇനിയും ഇതിനെ കട്ട് ഡൗൺ ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ വീണ്ടും വേറൊരു കളർ വെച്ച് അതിൻ്റെ മുകളിൽ തന്നെ മാർക്ക് ചെയ്യും, ഹൈലൈറ്റ് ചെയ്യും. അപ്പോൾ ആക്ച്വലി 3 കളർ മിക്സ് ആയിട്ടുണ്ട്. പിന്നെ എക്സാമിൻ്റെ മുന്നത്തെ ദിവസം റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ 3 കളർ മിക്സ് ആയിട്ടുള്ള ആ ലൈൻസ് മാത്രമായിരിക്കും വായിക്കുന്നുണ്ടാവുക. ആക്ച്വലി എക്സാമിൻ്റെ മുന്നത്തെ ദിവസം വായിക്കുന്ന സമയത്ത് വായിക്കുകയല്ല ശരിക്കും ചെയ്യുക, കണ്ണുകൊണ്ട് സ്കാനിങ് ആയിരിക്കും അവിടെ മൊത്തം. അതായത് ആ 3 കളർ വെച്ച് കാണുന്ന ആ ലൈൻസ് മാത്രം ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുക മാത്രമേ ചെയ്യുക. അത് വായിക്കുകയാണോ എന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എക്സാം ടൈമൊന്നും പറയേ വേണ്ട, ഉറക്കമൊക്കെ വെറും 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് സെം വൈസ് അല്ല എക്സാം. നമ്മൾ ഹോൾ ഇയർ പഠിച്ച സിലബസ് മൊത്തം എൻഡ് ഓഫ് ദി ഇയർ എക്സാമിന് ഉണ്ടാവും. അപ്പോൾ അത് ഫുള്ളും ആ ഒരു നൈറ്റ് കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ആ സമയത്ത് ഞാൻ ഈ ട്രിപ്പിൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ റിയലി ഹെൽപ്പ് മീ എ ലോട്ട്. സംഭവം ഇങ്ങനെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് കോളേജ് വരെ എത്തിയിട്ടുണ്ട്. എക്സാമിൻ്റെ കാര്യം ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വന്ന സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ടായിരുന്നു, അതിനെയാണ് ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കാണിച്ച കുറേ കാർഡ്സ് ഉണ്ടായിരുന്നില്ലേ, അതെല്ലാം ഞാൻ മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്ന കാർഡ്സാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു.
പിന്നെ ഈ ബോക്സിൻ്റെ മേലെ ഒരു പേപ്പർ കട്ടൗട്ട് പോലെ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഈ ബോക്സിനകത്ത് വെച്ചിരിക്കുന്നത്. എല്ലാം കാണാൻ അടിപൊളിയായിട്ടില്ലേ? I always believe in the effort that we put to make such cute little stuffs rather than giving some expensive gifts. And also നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്ന ടൈം, ദ മോസ്റ്റ് വാല്യൂബിൾ തിങ് ഇൻ വൺസ് ലൈഫ് എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ആ ടൈം തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുമ്പോൾ ഇറ്റ്സ് റിയലി സ്പെഷ്യൽ. അപ്പോൾ നമ്മുടെ ഹാമ്പർ ബോക്സ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ്.